എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈ ആണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. നമ്മുടെ ലാലറ്റൻ സ്പെഷ്യൽ മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം മീൻ നന്നായിട്ട് കഴുകി വെട്ടി പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂണിന് ഒരു നുള്ള് കായപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് കുറച്ച് വെള്ളം നനച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ കുഴച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് മസാല കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മീനിലെ കഷ്ണങ്ങളിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പം നല്ലതുപോലെ എല്ലാ ഭാഗത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ നമുക്കിതൊന്ന് മസാല നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മസാല തയ്യാറാക്കി മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മസാല തയ്യാറാക്കി ചെയ്ത് നോക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ അവിടുത്തെ ഒരു മീനാണ്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതേ നല്ലതുപോലെ മസാല നമ്മൾ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ കറക്റ്റ് പരുവത്തിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.